കാരണം ഉണ്ടാവാനായിട്ടൊരു കാരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ അപ്പോഴും കാരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഞാൻ എപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടാലും അതെനിക്ക് ഭവിഷ്യത്തായിട്ട് മാറുന്നു. ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് നീ. എന്നെ സംബന്ധിച്ചോളം നിനക്കറിയാം, ഒരുപാട് കടങ്ങൾക്ക് നടുവിലുള്ള ഒരു വ്യക്തിയല്ല. നമുക്ക് ബിസിനസ് തകർന്നതും അല്ലാത്തതും അങ്ങനെ എന്തെല്ലാം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ട്, കടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ കടങ്ങൾക്ക് നടുവിൽ നിന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ സജീവമായിട്ട് നിൽക്കുന്നത്, ഒരല്പം ആശ്വാസം. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടാകുമ്പോൾ ഇവർ കടക്കറിയായിരിക്കുന്നത് ഭയങ്കര ടിപ്പ് ടോപ്പിലുണ്ട്, നല്ല മോശമില്ല, കളിയും ചിരിയും തമാശയും. ഒരു വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡായിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ കടക്കാരെ വിളി വരുന്നു, ഫോൺ ഒരേൽ കോളിംഗ് ബില്ലടിക്കുന്ന കുട്ടിക്കും ഓരോ സമയം വരുന്ന കടക്കാർ. വാട്സപ്പ് തുറക്കാൻ പാടില്ല, കടക്കാരെ മെസ്സേജ് കോൾ. അപ്പോൾ അതേക്കുറിച്ച് എന്തിന് ഇനിയിപ്പോൾ ലൈക്കും ഷെയറും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ കടക്കാരുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാവില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം വീഡിയോസ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുള്ളത്.